ബസൂക്ക റിലീസാവുന്നു. ഡീനു ഡെന്നീസാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഫിറ്റ്നസ് ലെവൽ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതെന്താ ചോദിക്കാൻ? അതെന്താ കാര്യം ചോദിക്കാന്ന് വെച്ചാൽ, ഈ സിനിമയിൽ തുടങ്ങി എന്തോ കാരണങ്ങളുണ്ട് അത് അത്രയും ഒരു നല്ല ഫേസിലൂടെയല്ല കടന്നു പോയത്. അങ്ങനത്തെ ആക്ടേഴ്സ് ഞാൻ ഷേപ്പ് ഔട്ടായിട്ട് കുറേ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ഷേപ്പിലിരിക്കാനുണ്ടായിരുന്ന ഒരു പ്രചോദനം? ആൻഡ് അതിനോട് ആഡ് ചെയ്യാൻ ഇതൊക്കെ ചോദിക്കാനുള്ളൊരു കാര്യം, ഈ വിക്രം പണ്ട് അരുൺ വിജയ് എന്നുള്ള ആക്ടറിനോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നിനക്ക് എപ്പോഴാണ് ഓപ്പർച്യൂണിറ്റി വരികയെന്ന് അറിയില്ല, നീ ഷേപ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ നീ അതിന് ഏറ്റവും അടുത്ത് റെഡി ആയിരിക്കും, അതുകൊണ്ട് എപ്പോഴും ഷേപ്പിലിരിക്കുക എന്ന് പറഞ്ഞൊരു ഉപദേശം ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രൈവ് ഫോഴ്സ്? കറക്റ്റ് ഉത്തരം. അത് പുള്ളി കറക്റ്റായിട്ട് പുള്ളി നിങ്ങൾ പറഞ്ഞു. ഇനി ഞാൻ പറഞ്ഞു അത് തന്നെയാണ് കാര്യം. എപ്പോഴും നമ്മൾ എപ്പോഴാണ് നമ്മുടെ നമ്പർ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ റെഡി ആയിട്ട് അത്ര തന്നെ. പക്ഷേ കാര്യം വെച്ചിട്ട് ഈ നമ്പർ വരിക എന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഒരു വോളിലൊരു ഇത് കിടക്കുന്നത് വാട്ട്സ് സ്റ്റോപ്പിങ് യു എന്നുള്ളത്. നമ്മൾ തുടങ്ങി, നമുക്ക് വലിയൊരു ലെഗസി പറയാനുണ്ട്, അച്ഛൻ്റെ ബ്രാൻഡുണ്ട്, അത്യാവശ്യം പോപ്പുലറായിട്ട് തന്നെയായിരുന്നു ആ 2 സിനിമകളുടെയും തുടക്കങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഈ വോയിഡാണല്ലോ ഏകദേശം ഒരു 10 വർഷക്കാലം. അത് നമ്മുടെ ചുറ്റും നല്ല സിനിമകൾ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റും തുടങ്ങിയവർ പ്രിയമണി നാഷണൽ അവാർഡ് വിന്നറാണ്. ആ ഒരു ഫയർ ഉണ്ടാവുമല്ലോ, ചിലപ്പോൾ നടക്കാത്തതിൻ്റെ അല്ലെങ്കിൽ എന്ന് നടക്കും എന്നുള്ളതിൻ്റെ ലോങ്ങിങ്, അതെങ്ങനെ പിടിച്ചു നിന്നു? ഫയർ ഉണ്ട്, അത് എല്ലാം കറക്റ്റാണ്. ഈ പറഞ്ഞ എല്ലാം കറക്റ്റാണ്, അതൊന്നും ഞാൻ തിരുത്തുന്നില്ല. ഫയറുണ്ട്. പക്ഷേ സിനിമ എന്ന് പറഞ്ഞൊരു മേഖല എന്ന് പറഞ്ഞാൽ ലക്കാണ്. നമുക്ക് കുറച്ച് ലക്കും കാര്യം എനിക്കറിയാം. പല ആൾക്കാർ തന്നെയാണ്. തീർച്ചയായിട്ടും സിനിമ ശരിക്കും ഒരു ലക്ക് വേണം. നമുക്ക് എന്തുണ്ടായാലും നമുക്കൊരു ലക്ക്, ഒരു ഫാക്ടർ അവിടെ. ഇപ്പോൾ പ്രശാന്തേട്ടൻ പറഞ്ഞിട്ടുണ്ട്, പ്രശാന്ത് അലക്സാണ്ടർ. നമ്മൾ ആരെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യണം എന്ന് വെച്ചാൽ, ഇപ്പോൾ സിനിമയിൽ തന്നെ ഏതെങ്കിലും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ഏതൊരു പ്രൊഡ്യൂസറോ ആരെങ്കിലും ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് എപ്പോഴാണ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ എന്നുള്ളതാണ് കറക്റ്റായിട്ട് ആ ഒരു നമ്മൾ പ്ലേസ് ആകുന്നത്. അത് ആ ഒരു ടൈം വരണം. അതാണ് മെയിൻ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾക്ക് ബ്രേക്ക് കിട്ടാനുള്ള സമയം വരും എന്നുള്ളൊരു ഇത് നമുക്ക് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ലക്ക് ഫാക്ടർ ഉണ്ടല്ലോ, ഈ സമയത്ത് നിൻ്റെ അത് അവിടെ കത്തിയിരിക്കും എന്നുള്ള ഒരു ലക്ക് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതാണ് നമ്മുടെ ടൈം. അപ്പോൾ അത് ആ ഒരു ടൈമിൻ്റെ സമയത്ത് ഈ പറഞ്ഞ പോലെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ചെന്ന് മറ്റേ ഫിറ്റ്നസ്സും എല്ലാ കാര്യങ്ങളും ആ സമയത്ത് പോയി റെഡിയാക്കി കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ വരൽ അത് പ്രാവർത്തികമല്ല. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ശരീരമൊന്നും നോക്കുന്നില്ല, സിനിമ കണ്ട് അപ്ഡേറ്റ് ആയിട്ട് വെറുതെ ഞാനൊന്നും നോക്കുന്നില്ല, വെറുതെ സിനിമയും കണ്ടു നിൽക്കുന്നു. പക്ഷെ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരാൾ കണ്ടപ്പോൾ, ഓ ഇവൻ കൊള്ളാം, പക്ഷെ നല്ല തടി, അല്ലെങ്കിൽ അവൻ്റെ ഷേപ്പ് ഔട്ടായി കാസ്റ്റ് ചെയ്യണം. പക്ഷെ നമുക്ക് നമ്മുടെ ആ റോളിന് പറ്റിയല്ല. അപ്പോൾ അത് പോയില്ലേ. അപ്പോൾ അതിപ്പോൾ നമ്മൾ അത് അറിഞ്ഞില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളിൽ ആ സമയത്തൊന്ന് ഫിറ്റായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഒരു എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ആ ടൈം ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടിരുന്നിരുന്നെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് വിളിച്ച് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ എങ്കിലും ചെയ്താലേ. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ കഴിവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം സിനിമയിൽ ലുക്സിനോ അല്ലെങ്കിൽ സൗന്ദര്യത്തിനോ ഒക്കെ ഒരു ചെറിയ ഇതുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ, സിനിമയുടെ ഒരു തലം വേറെ രീതിയിലായി മാറി. ലുക്സ് വേണം ഉണ്ട്. ഇപ്പോൾ ചില റോളുകൾ, ഇപ്പോൾ മമ്മൂക്കനെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക് വേഷപ്പകർച്ച ഭയങ്കരം. ഇപ്പോൾ പോലീസ് വേഷമാണെങ്കിലും വക്കീലാണെങ്കിലും കളക്ടറായിട്ട് വരുന്നതാണ് എല്ലാം അങ്ങനത്തെ. പുള്ളിയുടെ ആ ശരീരഘടന അങ്ങനെ ആയിരുന്നോണ്ട് പുള്ളി അങ്ങനത്തെ വേഷപ്പകർച്ചകൾ. ഒരു ആർട്ടിസ്റ്റായിട്ട് വരുമ്പോൾ, ഇപ്പോൾ നാളെ ഇപ്പോൾ ഞാൻ ബസൂക്കയിൽ പോലീസ് വേഷം ചെയ്ത്, അപ്പോൾ ആ ഫിറ്റ്നസ് ഭയങ്കരമായിട്ട് ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കട്ട പോലീസുകാരനെ പോലത്തെ ഒരു ലുക്ക് അതിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നാളെ ഒരു ഇടുക്കി ബേസ്ഡ് പ്ലാന്റർ ഒക്കെ ആയി കഴിഞ്ഞാൽ ആ കട്ട വേണ്ട. നമ്മളിപ്പോ ജുബയൊക്കെ മടക്കി ഒരു സാധാ മലയാളി സ്റ്റൈലുള്ള ഒരു സാധനമായിട്ട് മാറണം. അതാണ് ഒരു ആർട്ടിസ്റ്റ്. അത് എനിക്ക് തോന്നുന്നു മമ്മൂക്ക പോലത്തെ ഒരു, മമ്മൂക്ക, കമലഹാസൻ, വിക്രം,
അങ്ങനെ ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ ഒരു ബോഡി മേക്ക് ഓവർ അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ക്യാരക്ടറായിട്ട് മാറുന്ന ആർട്ടിസ്റ്റുകൾ അങ്ങനെ വിരളമായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അവർ ആ ഒരു പാറ്റേൺ കാരണമാണ് അവരെ കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടന്റെ നാച്ചുറൽ ആക്ടിങ് ആണ് ആൾക്കാർക്ക് കൂടുതലും അട്രാക്റ്റഡ് ആകുന്നത്. ഇപ്പൊ ലാലേട്ടൻ ഇപ്പൊ ബാഹ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അതെ. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോ അത് സിനിമയിൽ എല്ലാത്തിനും അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പൊ ലുക്സ് നല്ല അടിപൊളി ലുക്കുള്ള ഒരുത്തൻ രക്ഷപ്പെടണമെന്നില്ല. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ സിനിമ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഹൃത്തിക് റോഷൻ ഉണ്ടാവും. പക്ഷെ അവരെയൊക്കെ ഒരു നല്ല നടനാന്ന് നമ്മൾ അങ്ങനെ പറയില്ല. ഇപ്പൊ നല്ല നടന്മാരെ ഒരു പട്ടിക എടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ പേര് ഉണ്ടാവും തോന്നുന്നുണ്ട്. അപ്പൊ അത് പക്ഷെ വിജയ് സേതുപതി എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല നടൻ എന്ന് പറയും. പക്ഷെ വിജയ് സേതുപതി പറഞ്ഞ പോലെ ഭയങ്കര കട്ട ലുക്കോ അല്ലെങ്കിൽ അത് പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരിക്കലും പട്ടിണി കിടന്ന് ഒരു സിക്സ് പാക്ക് ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ആ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പുള്ളി ആ ഒരു അഭിനയത്തിലാണ് പുള്ളി നിൽക്കുന്നത്. അപ്പോൾ രണ്ട് തലങ്ങളുണ്ട്. ഇപ്പൊ മമ്മൂക്കനെ പോലത്തെ ആൾക്കാരും സിനിമയിലുണ്ട്, വിജയ് സേതുപതിനെ പോലത്തെ ആൾക്കാർ സിനിമയിലുണ്ട്, വിക്രത്തിനെ പോലത്തെ ആൾക്കാർ സിനിമയിലുണ്ട്, ലാലേട്ടനെ പോലത്തെ ആൾക്കാർ സിനിമ. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു തലവരെയും ലക്കുമാണ്. ഇപ്പം മമ്മൂക്കനെ പറ്റി എടുത്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് കുറേ ഹെഡ് ഓഫ് ടൈമാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം ആക്ടിങ്ങോ ഗാഡ്ജറ്റ്സോ അതൊക്കെ മാറ്റി നിർത്തിയാലും നമുക്ക് ബേസിക് ഫുഡ് ഹാബിറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2000ങ്ങളുടെ തുടക്കത്തിൽ തന്നെ പുള്ളി സാലഡ്സ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗോതമ്പ് പുട്ടും ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന മീനുകളൊക്കെയാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പുഴയിൽ നിന്ന് കിട്ടുന്ന ചെറുമീനുകൾ എത്ര വേണമെങ്കിലും കഴിക്കാം, അതൊക്കെ നമുക്ക് അവിടെ നിന്നാണ് അതിൻ്റെ ഒക്കെ തുടക്കം. എപ്പോഴെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ ചില ശീലങ്ങളാണ് ഞാൻ പറയുന്നത്, അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ഇൻസ്പയർ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലൊക്കെ ചില വീഡിയോ കാണാറില്ലേ, മീ ബിഫോർ ചെക്കിങ് കലോറീസ് എന്ന് പറഞ്ഞ് ജഗദീഷ് ചേട്ടൻ മറ്റേ സാമ്പാറൊക്കെ കുഴിച്ചിരുന്ന് ഇങ്ങനെ വെട്ടിക്കയറ്റും. മീ ആഫ്റ്റർ ചെക്കിങ് മൈ കലോറീസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ പാത്രത്തിൽ കുറച്ച് 2 ബദാം, 3 എഗ് വൈറ്റ്, കുറച്ച് 2 വെള്ളിരിക്ക. അപ്പോൾ അത് നമ്മളിപ്പോൾ എനിക്ക് ഇപ്പം ഈ ഒരു ടൈം ആയപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് കലോറി എന്ന് പറഞ്ഞൊരു സാധനം കറക്റ്റാണ്. നമ്മുടെ ബോഡിക്ക് ഇപ്പം നമ്മൾ വണ്ണം കുറക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഇല്ലാത്ത ഡെഫിഷ്യൻസി പോയാലാണ് നമ്മുടെ വണ്ണം കുറയുള്ളൂ. ഇപ്പം ഞാൻ വണ്ണം കുറക്കുന്നുണ്ട്, ഞാൻ 1 കിലോ ബദാമോ അല്ലെങ്കിൽ 1 കിലോ കാഷ്യൂ എടുത്ത് കഴിച്ചിട്ട് ഞാൻ ഡയറ്റിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറക്കണം, പിന്നെ പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആഡ് ചെയ്യണം. ഇതൊക്കെ വായിച്ചും പിന്നെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞുള്ള അറിവ് കിട്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം മമ്മൂക്കയുടെ ഒരു ഇതെന്ന് വെച്ചാൽ മമ്മൂക്ക ഇങ്ങനെ ഡയറ്റ് അല്ല മമ്മൂക്ക നോക്കുന്നത്. മമ്മൂക്ക ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കും. പക്ഷെ മമ്മൂക്ക പറയുന്ന വെച്ചാൽ മമ്മൂക്ക ഇപ്പൊ ബിരിയാണി മമ്മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മമ്മൂക്കൊക്കെ ഒരു ബിരിയാണി നമ്മൾ കഴിക്കണ പോലെ ആ ബിരിയാണി ഒരു ഫുൾ പ്ലേറ്റ് എടുത്ത് പ്ലേറ്റിലിട്ടിട്ട് നമ്മളെടുത്ത് അടിക്കണ പോലെ അല്ല മമ്മൂക്ക കഴിക്കുന്നത്. മമ്മൂക്ക ആ പ്ലേറ്റിന്റെ പകുതിയുടെ ഭാഗം എടുത്തിട്ട് അതിലുള്ള ഒരു വലിയ ചിക്കൻ പീസും ഉണ്ടാവും, കുറച്ച് റൈസും ഉണ്ടാവും. പുള്ളി അത് മാത്രം കുറച്ച് കഴിച്ച് പുള്ളി ആ നമ്മുടെ ആ കൊതിയും അല്ലെങ്കിൽ ആ വയറ് ഹാഫ് ഫില്ലായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ്. അതാണ് മമ്മൂക്കയുടെ ഡയറ്റ്. അല്ലാതെ ഈ പറയുന്ന പോലെ മുട്ടയുടെ വെള്ളയും മറ്റേ കാർബ്സ് കുറച്ചും മറ്റേ ഈ പറഞ്ഞ പോലെ മറ്റേ ഷുഗർ കട്ട്, കീറ്റോ ഡയറ്റ്, ഇതൊന്നും മമ്മൂക്ക ചെയ്യുന്നൊന്നുമില്ല. മമ്മൂക്ക മലയാളി സ്റ്റൈല് ഭക്ഷണം ഇഷ്ടമുള്ള എല്ലാം കഴിക്കും. പക്ഷെ അത് എല്ലാത്തിനും ഭയങ്കര കൺട്രോൾഡായിട്ട്. ഇപ്പോഴും ചോറ് കഴിക്കും, ഇപ്പോഴും പഞ്ചസാര ഇട്ട് കട്ടൻ ചായ കുടിക്കും. പഞ്ചസാര ഇടത്തില്ല, കട്ടൻ ചായ പുള്ളി എപ്പോഴും കുടിക്കും. ബസുകളുടെ ലൊക്കേഷൻ വെച്ചാണെങ്കിലും രാത്രി 10-12 മണിക്ക് 1 മണിക്ക് ഷൂട്ടിംഗ് ആണെങ്കിലും പുള്ളിക്ക് ജോർജ് ചേട്ടൻ കൊണ്ടുവന്ന് കട്ടൻ ചായ കൊടുക്കും. എന്നിട്ട് പുള്ളി ആ കട്ടൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കും.